നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ FC ബാഴ്സലോണയ്ക്ക് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ് കളി. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ആദ്യപാദ മത്സരമാണ്. കളി ബാഴ്സലോണയുടെ മൈതാനത്താണ്. രാത്രി ഇന്ത്യൻ സമയം 2 മണി എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നമുക്ക് ബുധനാഴ്ച പുലർച്ചെ 2 മണിക്കാണ്, ഇന്ത്യൻ സമയം 2 മണിക്കാണ് ആ മത്സരം. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലാമിൻ യമാലിൻ്റെ കാര്യത്തിലുള്ള ആശങ്ക കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് വെളിവാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയിൽ കാലിന് പരിക്കേറ്റിരുന്നു. രക്തം ആ, നിറഞ്ഞ സോക്സ് അടങ്ങുന്ന കാല് പങ്കുവച്ചിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ആയിട്ട് ലാമിൻ യമാൽ. ആ ഫൗളിന് വേണ്ട വിധത്തിൽ റഫറി ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല എന്നുള്ളൊരു സങ്കടം അദ്ദേഹം അതിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഹൻസി ഫ്ലിക്ക് ഇപ്പോൾ ലാമിൻ യമാലിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പരിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല. അപ്പോൾ ഫ്ലിക്ക് പറയുന്നു 24 മണിക്കൂർ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ലാമിന് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. ഡോക്ടർമാർ എന്തു പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു ലാമിന് സ്ക്വാഡിൻ്റെ ഭാഗമാവാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നാണ് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത്. ഒരിക്കലും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നില്ല യമാൽ ഉണ്ടാകുമെന്ന്. അതേസമയം സ്പാനിഷ് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ ചില വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. സ്പോർട്ട് പറയുന്നത് ലാമിൻ യമാലിന് എന്ത് തന്നെ വന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കളിക്കണമെന്നാണ് താല്പര്യം. അദ്ദേഹം ജിമ്മിൽ ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. നാളേക്ക് റെഡിയാവുക എന്നത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് സ്പോർട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു. ഫ്ലിക്ക് ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. ലാമിനെ അത്ലറ്റിക്കെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കി ഇറക്കണമോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യിക്കണോ എന്ന കാര്യത്തിൽ ദി മോസ്റ്റ് ലൈക്ലി സെനാരിയോ ഈസ് ദാറ്റ് ഹി സ്റ്റാർട്ട്സ്. അവൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് ഇപ്പോൾ സ്പോർട്ട് റിപ്പോർട്ടിന്. ഏതായാലും പരിക്കിൻ്റെ പ്രശ്നം ലാമിൻ യമാലിനെ വലക്കുന്നു എന്നർത്ഥം. ആശങ്കയുണ്ട് ബാഴ്സയ്ക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.